ഒരു ഉറപ്പുമില്ലാത്ത റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കും. അതായത് അവർ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നും അവർക്ക് മിക്സഡ് സിഗ്നൽസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിനൊരു ക്ലാരിറ്റി വരുത്തണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മിക്സഡ് സിഗ്നൽ അല്ല ആവശ്യം, അതൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്കായി മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് സാധിക്കും. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന്, നിങ്ങൾക്ക് കിട്ടുന്നത് മിക്സഡ് സിഗ്നൽ ആണ് എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും നിങ്ങളൊരു ഉറപ്പില്ലാത്ത റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മിക്സഡ് സിഗ്നൽസ് ആണ് എന്നുള്ളത്. പക്ഷെ നിങ്ങളതെപ്പോ റിയലൈസ് ചെയ്യുന്നു അപ്പോഴാണ് നിങ്ങൾക്ക് അതിനൊരു മാറ്റം വരുത്താൻ സാധിക്കുക. സോ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല, പകരം ഒരു കൺഫ്യൂഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 2, ചില ആളുകൾ പറയുന്നത് കേൾക്കാറില്ലേ, റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇൻ എ റിലേഷൻഷിപ്പ്, ഓൾമോസ്റ്റ് ആണ്, അവർക്ക് ഉറപ്പില്ല, ദേ ആർ നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനൊരു ടൈറ്റിൽ നൽകാനോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളതൊന്നും അവർ എക്സ്പ്ലെയിൻ ചെയ്യില്ല, അതിനൊരു ക്ലാരിറ്റി വരത്തില്ല, അത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, എന്താണ് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മീൻ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ നൽകാൻ അവർ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് മിക്സഡ് സിഗ്നൽസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള 2ാമത്തെ കാര്യം. സോ ഇതിലാണ് 2ാമതായിട്ട് ക്ലാരിറ്റി വരുത്തേണ്ടത്. 3, അവർ ആ റിലേഷൻഷിപ്പിൽ കൺസിസ്റ്റന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഒരുപാട് ബിഗ് പ്രോമിസ് നൽകുന്നു, അല്ലെങ്കിൽ ഒരുപാട് സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്നു, പെട്ടെന്നൊരു ദിവസം ഡിസപ്പിയർ ആകുന്നു, പിന്നെ അവരെ കുറിച്ച് യാതൊരുവിധ അഡ്രസ്സും ഉണ്ടായിരിക്കില്ല, അവരെങ്ങോട്ട് പോയി, എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒട്ടും കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിൽ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. മാത്രമല്ല പെട്ടെന്നൊരു ദിവസം തിരിച്ചു വന്ന് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ വളരെ കാം ആൻഡ് കൂളായിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും തുടങ്ങും. സോ ഇത്തരത്തിൽ ഗോസ്റ്റിംഗ് നടത്തുക എന്ന് പറയുന്നത് മിക്സഡ് സിഗ്നൽസ് നൽകുന്ന ആളുകളിൽ നിന്നും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സോ അവരെത്രത്തോളം കൺസിസ്റ്റന്റ് ആയാണ് ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് 3ാമതായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം. 4ാമത്തെ കാര്യം, ചൂസ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മിക്സഡ് സിഗ്നൽസ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വരുത്തുന്നതിന് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹെൽപ്ഫുൾ ആകും. ഇനി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ചേസിങ് അഫർമേഷൻ വേണ്ട ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്യുക, ചേസിങ് അഫർമേഷൻ എന്ന് അയച്ചു തരാം. 21 ഡേയ്സ് എങ്കിലും അത് പ്രാക്ടീസ് ചെയ്യുക. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ബിലീവർ ആണെന്നുണ്ടെങ്കിലാണ് ഈ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ മെസ്സേജ് ചെയ്യുക.